ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗാർഡനിൽ ഒരു താമരയെ വിരിയിപ്പിച്ചെടുത്ത കഥയാണ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു താമര തൈ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താമരയുടെ വിത്ത് സംഘടിപ്പിച്ചു. ആ വിത്തിൽ അറ്റ ഭാഗത്ത് ഒരു കുഴിയുണ്ട്, കുഞ്ഞു കുഴി. ആ കുഴി നന്നായി ഉരച്ച്, ആ ഭാഗം നന്നായി ഉരച്ച് അതിൻ്റെ വെള്ള കളർ, ഈ കറുപ്പ് മാറി വെള്ള കളർ ആകുന്നവരെ നന്നായി ഉരച്ച് അതിനെ അങ്ങനെ എല്ലാ കുരുകളും ഇതുപോലെ ചെയ്ത് നമ്മൾ വിത്ത്, താമര വിത്ത് ഇതെല്ലാം ഇതുപോലെ ചെയ്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ഇതുപോലെ കാണുന്ന സ്റ്റീൽ പാത്രത്തിൽ ഒരു കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് സൂക്ഷിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ വിത്ത് പൊട്ടി അതിനകത്ത് മുള വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ മുള വരുന്നത് കുറച്ചുകൂടെ തൈ ആയതിന് ശേഷം ഈ തൈ നമ്മളൊരു താമരക്കുളം സെറ്റാക്കി അതിനകത്തേക്ക് താഴ്ത്തി വയ്ക്കുന്നു. അതിന് ആവശ്യമായിട്ടുള്ള ചാണകവും അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കണം. പിന്നെ എല്ലുപൊടി ഒരു തുണിയിൽ കെട്ടി ഈ ചെളിക്കകത്ത് താഴ്ത്തി വയ്ക്കുന്നത് ഈ താമര വളരുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ അങ്ങനെയൊക്കെ ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ഓരോ വളർച്ചയും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനെ കുറച്ച് നാൾക്ക് ശേഷം ഈ നല്ല വലിയ ഇലകളൊക്കെ ഉണ്ടായി. പിന്നെ ഈ വെള്ളത്തിലെ കൃമികളെയൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഗപ്പിയെ കൊണ്ടിട്ട് കൊടുത്തു. അതിനുശേഷം ഈ തൈ ഇങ്ങനെ വളർന്നു വന്നു. തൈ വളർന്നു വന്നതൊരു വലിയ ഇലയൊക്കെ വന്നു. പിന്നെ കുറച്ച് നാൾക്ക് ശേഷം അവിടെ ഒരു മൊട്ട് തളിരിട്ടു. ഈ ചെറിയ മൊട്ട് വലുതായി അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ താമര വിരിഞ്ഞു. വളരെ സന്തോഷമായി. അത്യാവശ്യം ചെറിയ വേണ്ട വലുപ്പത്തിലുള്ളൊരു താമരയായിരുന്നു അത്. അപ്പോൾ താമര വെച്ചിട്ട്, മൊട്ട് വിരിഞ്ഞ താമരയായി അത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സോ ഇതാണ് ഞങ്ങളുടെ ഗാർഡനിൽ ഞങ്ങൾക്ക് കിട്ടിയ താമരയുടെ സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.